ഒളിമ്പിക്സ് മത്സരങ്ങളെ വെല്ലുന്ന തരത്തിൽ മന്ത്രിമാർ നടത്തിയ കളികൾ അറിയാതെ ഹോക്കി താരം PR ശ്രീജേഷ് കുടുംബത്തോടെ തിരുവനന്തപുരത്തെത്തി. സർക്കാർ നൽകുന്ന സ്വീകരണം ഏറ്റുവാങ്ങാനാണ് ഇന്നലെ ഭാര്യയും മക്കളുമൊത്ത് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഹോക്കി താരം PR ശ്രീജേഷ് തലസ്ഥാനത്തേക്ക് തിരിച്ചത്. തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ മധ്യയാണ് മന്ത്രി ശിവൻകുട്ടി വിളിച്ച് സ്വീകരണം മാറ്റിവെച്ച കാര്യം പറഞ്ഞത്. സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് പരിപാടി മാറ്റിയെന്നാണ് അറിയിച്ചത്. സർക്കാർ എന്നും സ്വീകരണം തരുന്നോ അന്നത് ഏറ്റുവാങ്ങാൻ താൻ തയ്യാറാണെന്നും ഒരു പരാതിയുമില്ലെന്നും ശ്രീജേഷ് മറുപടി പറഞ്ഞു. ഒരു കാലത്ത് ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും ഉൾപ്പെടെ അഭിമാനകരമായ വിജയങ്ങൾ നേടിയ ശേഷം നാട്ടിൽ തിരികെ എത്തുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും സ്വീകരിക്കാൻ എത്താതിരുന്നതിനെ കുറിച്ച് പരിഭവം പറഞ്ഞതിൽ നിന്നാണ് ശ്രീജേഷിനെ സ്വീകരിക്കാൻ മന്ത്രിമാർ മത്സരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒളിമ്പിക്സിൽ വെങ്കലം സ്വന്തമാക്കി രാജ്യത്തിന് അഭിമാനമായി ഈ മാസം നാട്ടിലേക്ക് മടങ്ങിയെത്തിയ ശ്രീജേഷിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്താതിരുന്ന മന്ത്രിമാരാണ് ഇപ്പോൾ തലസ്ഥാനത്തെ സ്വീകരണത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്നത്. ഒളിമ്പിക്സ് മത്സരങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകൾക്കായി മറ്റ് സംസ്ഥാനങ്ങളിലെ താരങ്ങൾക്കും കോച്ചുകൾക്കും പണം നൽകിയപ്പോൾ കേരളത്തില് അതിന് പോലും മന്ത്രിമാർ മുൻകൈ എടുത്തിരുന്നില്ല. വിഷയം വിവാദമായപ്പോൾ ഒളിമ്പിക്സ് തുടങ്ങുന്ന അന്നാണ് മുന്നൊരുക്കങ്ങളുമായി 5 താരങ്ങൾക്കും കോച്ചുമാർക്കുമായി കായിക വകുപ്പ് 5 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചത്. മത്സരം കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടും ഈ പണം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. മുൻപ് ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ ഇന്ത്യയെ അഭിമാനകരമായ നേട്ടത്തിൽ എത്തിച്ച ശേഷം ശ്രീജേഷ് കേരളത്തിൽ മടങ്ങിയെത്തുമ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെ ആരും സ്വീകരിക്കാൻ എത്തുമായിരുന്നില്ല. വിമാനത്താവളത്തിൽ കുടുംബവും ആരാധകരും കൂട്ടുകാരുമാണ് ഇന്ത്യൻ താരത്തെ കാത്തുനിന്നത്. ഇപ്പോൾ മന്ത്രിമാരുടെ മത്സരത്തെ തുടർന്ന് അഭിമാന താരത്തിന്റെ സ്വീകരണം തന്നെ മാറ്റിവെക്കേണ്ടി വരുന്നു. ഇത്തരം വിവാദങ്ങൾ നമ്മുടെ നാട്ടിലെ കായിക താരങ്ങൾക്ക് നൽകുന്ന സന്ദേശം ശുഭകരമാണോ എന്ന് ബന്ധപ്പെട്ടവർ ചിന്തിക്കണമെന്ന് കായിക രംഗത്തുള്ളവർ പറയുന്നു. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും വി അബ്ദുറഹ്മാനും തമ്മിലുള്ള തർക്കം മൂലമാണ് PR ശ്രീജേഷിന്റെ സ്വീകരണ ചടങ്ങ് മാറ്റിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായി ശ്രീജേഷിന് സ്വീകരണം നൽകാൻ വകുപ്പിനാണ് അർഹതയെന്ന് ശിവൻകുട്ടിയും ഒളിമ്പിക്സ് മെഡൽ ജേതാവിന് സ്വീകരണം നൽകേണ്ടത് കായിക വകുപ്പാണെന്ന് അബ്ദുറഹ്മാനും വാദിച്ചതോടെ ചടങ്ങ് മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ശ്രീജേഷിന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം സ്വീകരണം നൽകാനായിരുന്നു കായിക വകുപ്പിന്റെ തീരുമാനം. എന്നാൽ മുഖ്യമന്ത്രി അസൗകര്യം അറിയിച്ചതോടെ ചടങ്ങ് മറ്റൊരു ദിവസം നടത്താമെന്ന് കായിക വകുപ്പ് അറിയിച്ചു. ഇതിനിടെ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ശ്രീജേഷിന് കഴിഞ്ഞ ദിവസം സ്വീകരണം നൽകാൻ തീരുമാനിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്ന് ഉറപ്പും ലഭിച്ചു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ജിമ്മി ജോർജ് സ്റ്റേഡിയം വരെ ഘോഷയാത്രയും ആസൂത്രണം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. ശിവൻകുട്ടി വാർത്താ സമ്മേളനവും നടത്തി. ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയവർക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് സ്പോർട്സ് ഓർഗനൈസർമാരായുള്ള നിയമന ഉത്തരവ് ചടങ്ങിൽ മുഖ്യമന്ത്രി കൈമാറുമെന്നും മന്ത്രി അറിയിച്ചു. അപ്പോഴേക്കും അബ്ദുറഹ്മാൻ മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞു. തുടർന്നാണ് സ്വീകരണം മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. ഇതിനെപ്പറ്റി പ്രതിപക്ഷ നേതാവിന്റെ ഒരു വാർത്താക്കുറിപ്പും കാണാനിടയായി. രാജ്യത്തിന്റെ അഭിമാന താരമായ PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വീകരണം മന്ത്രിമാരുടെ ഈഗോ ക്ലാഷിനെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നത് കായിക രംഗത്തിന് അപമാനമാണ്. കായിക വകുപ്പാണോ വിദ്യാഭ്യാസ വകുപ്പാണോ സ്വീകരണം നൽകേണ്ടതെന്ന തർക്കം സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്തമില്ലായ്മയും വീഴ്ചയുമാണ്. രാജ്യത്തിന് വേണ്ടി 2 ഒളിമ്പിക് മെഡൽ നേടിയ കായിക താരങ്ങളെ വ്യക്തിപരമായി അവഹേളിക്കുക കൂടിയാണ് സർക്കാർ ഇതിലൂടെ ചെയ്തത്. മന്ത്രിമാർ തമ്മിലുള്ള തർക്കവും ഒടുവിൽ മുഖ്യമന്ത്രി ഇടപെട്ട് ചടങ്ങ് മാറ്റിവെച്ചതുമൊന്നും അറിയാതെ ശ്രീജേഷും കുടുംബവും സ്വീകരണ ചടങ്ങിന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചിരുന്നു. രാജ്യം ആദരിക്കുന്ന ഹോക്കി താരത്തോട് എന്തു മര്യാദയാണ് സംസ്ഥാന സർക്കാർ കാട്ടിയത്? ജന്മനാട്ടിൽ PR ശ്രീജേഷ് നേരിട്ട അപമാനത്തിന് മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയണം. ഇനി ഒരു കായിക താരത്തിനും ഇത്തരമൊരു അവസ്ഥ ഉണ്ടാവരുത്. അഭിമാന താരങ്ങളെ അപമാനിക്കാതിരിക്കാനെങ്കിലും സംസ്ഥാന സർക്കാർ ശ്രദ്ധിക്കണം.